വിദ്വേഷ സമൂഹ മാധ്യമ പോസ്റ്റ് ഷെയർ ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥൻ. പൂക്കളം തട്ടിത്തെറിപ്പിക്കുന്ന തട്ടമിട്ട സ്ത്രീ എന്ന പേരിൽ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ SI വിജേഷിനെതിരെ യൂത്ത് ലീഗ് പരാതി നൽകി. വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. കഴിഞ്ഞ ഒരു 3-4 ദിവസമായി ഒരു യുവതി ഒരു പൂക്കളം തട്ടിമറിക്കുന്ന ഒരു ഫോട്ടോ മാധ്യമങ്ങളിൽ കൂടി കറങ്ങുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ നിജസ്ഥിതിയും പല ആളുകളും ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2024 ബാംഗ്ലൂരിൽ സംഭവിച്ച ഒരു പ്രശ്നമാണത്. അതിനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അപ്പം അതിന് മുന്നോടിയായി ഇന്നലെ ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. തൊടുപുഴയിലെ ഒരു SI അദ്ദേഹത്തിൻ്റെ FB പേജിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം ഇതിനെതിരെ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഓണപ്പൂ ഈ അത്തപ്പൂക്കളം ഇട്ടതിന് അതിനൊരു മുന്നോടിയായ പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഒരു സമുദായമാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞ ഒരു SI അദ്ദേഹത്തിൻ്റെ FB പേജിൽ ഇട്ട ഒരു പോസ്റ്റാണ്. അതിനെതിരെ ഇന്ന് യൂത്ത് ലീഗ് നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DYSPക്ക് പരാതി കൊടുക്കുകയും ഹോം മിനിസ്റ്റർക്കും SP-ക്കും എല്ലാവർക്കും ഈ പരാതി പാസ് ചെയ്യുകയുണ്ടായി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹുൽ, ഈ സമൂഹ മാധ്യമങ്ങൾ എന്നത് ആശയപ്രചാരണത്തിനപ്പുറത്തേക്ക് അവാസ്തവങ്ങളുടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന തരം മനുഷ്യജീവികൾ ഉണ്ടായിപ്പോയി. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യാം, ഇത് എന്താണ് കാര്യം എന്നത് അന്വേഷിക്കാം. ഏറ്റവും കുറവ് അതുകൊണ്ട് പ്രത്യേകിച്ച് മനുഷ്യർക്ക് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അത് പ്രചരിപ്പിക്കാതിരിക്കുകയുമാകാം. മാധു, സംഘപരിവാർ ഗ്രൂപ്പുകളിലാണ് ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചാരം തേടുന്നത്. കാരണം 2024 ബാംഗ്ലൂരിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു സ്ത്രീ അത്തപ്പൂക്കളം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഓണക്കാലം ആയതോടുകൂടി മറ്റൊരു തലക്കെട്ട് നൽകിക്കൊണ്ട് അത് ഈ സംഘപരിവാറിന്റെ ഗ്രൂപ്പുകളിലൊക്കെ വലിയ രീതിയിൽ ഷെയർ ആവുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള വിജേഷ് ഇന്നലെ ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മാന്തിയത് പട്ടിയല്ല, പക്ഷേ മദ്രസയിൽ പോയിട്ടുള്ള ചില ആളുകളാണ്. ആ വാക്ക് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥ കൂടിയുണ്ട്. അത് മുസ്ലിം വിഭാഗത്തെ ആകെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം കൂടിയാണ്. ഇത് വലിയ രീതിയിൽ വിവാദമായതോടുകൂടിയാണ് SI ഇപ്പോൾ ആ ദൃശ്യങ്ങൾ, ആ സമൂഹ മാധ്യമ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണുള്ളത്. സംഭവത്തിൽ എന്തായാലും യൂത്ത് ലീഗ് പരാതി നൽകിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അടക്കമാണ് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ ഈ ഷോ തുടങ്ങിയത് തന്നെ ഈ ആഘോഷങ്ങൾക്ക് ജാതിയുടെ മതത്തിന്റെ ഒരു അതിർവരമ്പുമില്ല എന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത് തുടങ്ങിയത്. പക്ഷേ അപ്പോഴും ഈ ആഘോഷങ്ങൾക്കൊക്കെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ മാനം നൽകുന്ന ചില ആളുകൾ, ചില പൊഴുക്കുത്തുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ രാഹുൽ, നമ്മൾ പറഞ്ഞത് നമ്മളെ കുറിച്ചാണ്. നിങ്ങളെന്നും ഞങ്ങളെന്നും വിചാരിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. അവരെ നമ്മൾ മനുഷ്യരായി കൂട്ടുന്നുമില്ല. നമ്മളെന്ന് വിചാരമുള്ളവരാണല്ലോ നന്നായി പോവുക. അതുകൊണ്ട് നമ്മൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ല. എന്തായാലും ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സൗഹാർദ്ദ മനോഭാവത്തെ, നമ്മുടെ മതേതരമായിട്ടുള്ള ചിന്തകളെ, സൗഹൃദത്തെയൊക്കെ മുറിവേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുടെ കയ്യിൽ വെച്ച് കൊടുക്കാനുള്ളതല്ല നിയമനിർവഹണം എന്നത് ചുരുക്കം ബോധ്യമെങ്കിലും ഉണ്ടാകും നമ്മുടെ സമൂഹം.